സാങ്കേതിക സർവകലാശാലയിൽ പ്രതിസന്ധിക്ക് മാറ്റമില്ല. ക്വാറം തികയാത്തതിനാൽ ഫിനാൻസ് കമ്മിറ്റി യോഗം നടന്നില്ല. ശമ്പളവും പെൻഷനും ഇനിയും വൈകും. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ ഉടൻ ലഭിക്കില്ല. വിഷയത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് 24 പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. അടുത്ത ആഴ്ച ഒരു സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടി ആ സിൻഡിക്കേറ്റിൽ ഒന്നുകൂടി ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. സിൻഡിക്കേറ്റിൽ അത് പാസ്സാക്കി കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ പോയിട്ട് ഈ കൊല്ലത്തെ ബജറ്റ് പാസ്സാക്കിയെടുത്ത് കൊടുക്കേണ്ടതാണ്. എല്ലാവർക്കും ഈ മാസത്തെ ശമ്പളം അത് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും ശമ്പളം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഇത് പാസ്സാക്കാത്തത് കൊണ്ട് മാത്രമാണ്. 3 മാസത്തേക്ക് വോട്ട് ഓൺ അക്കൗണ്ടിൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ എടുത്ത് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ ശമ്പളം കൊടുത്തിരുന്നു. അതുകൂടി വോട്ട് ഓൺ അക്കൗണ്ടിൻ്റെ ആ ഒരു പരിധി 3 മാസത്തേക്കായിരുന്നു തീരുമാനിച്ചത്. അത് തീർന്നതോടുകൂടി ഈ മാസത്തെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചെയ്തു. ഉമേഷ്, ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് ഈ ഫിനാൻസ് കമ്മിറ്റി ചേർന്ന് ആ ബഡ്ജറ്റ് ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗീകരിച്ചാൽ മാത്രമേ നിത്യചെലവിന് പോലും പണം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിത്യചെലവിന് പോലും പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ്. ഇനി എന്താണ് പരിഹാരം? എങ്ങനെ പരിഹരിക്കും പ്രശ്നങ്ങൾ? സുഹേൽ, നിത്യച്ചെലവിന് പോലും സാങ്കേതിക സർവകലാശാലയിൽ പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പണമുണ്ട്, പക്ഷേ ഇത് ബഡ്ജറ്റ് പാസ്സാക്കിയാൽ മാത്രമേ ഈ പണം അനുവദിക്കാൻ കഴിയൂ. നേരത്തെ ബഡ്ജറ്റ് മാർച്ചിൽ അവസാനിച്ചിരുന്നുവെങ്കിലും വോട്ട് ഓൺ അക്കൗണ്ടിൻ്റെ ഭാഗമായി 3 മാസം കൂടി ദീർഘിപ്പിച്ച് നൽകി. അങ്ങനെയാണ് ജൂൺ മാസം വരെയുള്ള ശമ്പളമെല്ലാം നൽകിപ്പോകുന്നത്. ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ട് 2 മാസമാകുന്നു, ശമ്പളം മുടങ്ങിയിട്ട് 1 മാസമാകുന്നു. സർവകലാശാലയിലെ വാഹനങ്ങൾ ഓടിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വാഹനങ്ങളുടെ ഇൻഷുറൻസ് എക്സ്പയർ ആയി കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾക്ക് ഡീസൽ വാങ്ങാൻ പണമില്ല, ഡ്രൈവർക്ക് ശമ്പളം നൽകാൻ പണമില്ല. ഈ സ്ഥിതിയിൽ വിദ്യാർത്ഥികളെ നേരിട്ട് ഈ വിഷയങ്ങളെല്ലാം ബാധിക്കുന്ന നിലയിലേക്ക് സർവകലാശാലയുടെ പ്രതിസന്ധി മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അച്ചടിക്കാൻ പോലും പണമില്ലാത്ത സാഹചര്യം. ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മാറിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ഇന്ന് ഫിനാൻസ് കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഫിനാൻസ് കമ്മിറ്റി വിളിക്കുകയും ചെയ്തു. 15 ഫിനാൻസ് കമ്മിറ്റിയിൽ 4 പേർ മാത്രമാണ് പങ്കെടുത്തത്. ഇതിൽ തന്നെ സർവകലാശാലയിലെ ജീവനക്കാർ കൂടിയായ ഡീൻ അക്കാദമിക്, ഡീൻ റിസർച്ച് എന്നീ ഉദ്യോഗസ്ഥർ പോലും ഇതിൽ പങ്കെടുത്തില്ല. 5 പേരുണ്ടെങ്കിൽ കോറം തികയുമായിരുന്നു, പക്ഷേ അവർ പങ്കെടുത്തില്ല. ഈ സാഹചര്യത്തിൽ 4 പേർ മാത്രം പങ്കെടുത്ത സാഹചര്യത്തിൽ യോഗം ചേരാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ ചാൻസലർ കൂടിയായ ഗവർണറെ അറിയിക്കും. കാരണം സർവകലാശാല അത്രത്തോളം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു, ജീവനക്കാരെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു, പെൻഷൻകാരെ ബാധിച്ചിരിക്കുന്നു. ഇനി എന്ത് നടപടിയെടുക്കുമെന്നുള്ളത് കാണണം. എന്തായാലും ചാൻസലറെ വിവരം അറിയിക്കാൻ ഇപ്പോൾ VC ശിവപ്രസാദ് തീരുമാനിച്ചിട്ടുണ്ട്. സുഹൈൽ.